ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് സ്വാർത്ഥ താല്പര്യക്കാരുടെയും നിശ്ചിത താല്പര്യക്കാരുടെയും എല്ലാം അവസാന ആശ്രയമാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഈ യൂട്യൂബിൽ വന്ന ഇത് യൂട്യൂബ് സിനിമ മറ്റാണോ ഇതിന് കേരള CM എന്നാണ് ഇതിന്റെ പേര്. അത് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ഈ ആളുകൾക്ക് എന്ത് തോന്നുന്നുള്ള ചോദ്യമല്ല, ഇത് പിണറായി ആരാധകർക്ക് പോലും ഈ ഛർദ്ദിക്കാൻ വരുന്ന നിലയിലുള്ള ഒരു വൃത്തികെട്ട ഒരു പിക്ചറൈസേഷനും വാചകങ്ങളുമാണ് അതിനകത്തുള്ളത്. അതായത് പിണറായിയെ രാവിലെ മുതൽ വൈകിട്ട് വരെ പിണറായി സ്തുതി, പിണറായി ആയ നമ എന്ന് പറയുന്നവർക്ക് പോലും പരമപുച്ഛം തോന്നുന്ന ഒരു പിക്ചറൈസേഷനാണ് അതുള്ളത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ചോദ്യം ഞാൻ പ്രസക്തമല്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ പിണറായി വിജയനെ പോലെ സ്വാഭിത താല്പര്യങ്ങൾ എന്ത് വന്നാലും അത് സംരക്ഷിച്ചു കൊടുക്കുന്ന ഒരാളാവുമ്പോഴത്തേക്കും അയാളെ കുറിച്ച് ഇതിനപ്പുറത്തോ ചെയ്യാൻ ആളുണ്ടാവും. അത് തികച്ചും സ്വാഭാവികം. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞൊരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഒരു പിണറായി പാർട്ടിയാണ് കേരളത്തിലുള്ളത്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ട് പിണറായി സമം പാർട്ടി, പാർട്ടി സമം പിണറായി എന്ന് പറയുന്നത് പോലെ പിണറായി എന്ത് കരുതുന്നോ അതിനനുസരിച്ച് ചിന്തിക്കുന്ന, പിണറായി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് കേരളത്തിലുള്ള പാർട്ടി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിങ്ങനെ നടക്കുന്നത്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പി ജയരാജൻ വരെ ചിന്തിച്ചാൽ പോരാ, നമ്മൾ VS അച്യുതാനന്ദനിലേക്ക് കൂടി നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. VS അച്യുതാനന്ദന്റെ കാലത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ വ്യക്തിപൂജയാണ് എന്ന് പറഞ്ഞുകൊണ്ട് VS അച്യുതാനന്ദനെ ആദ്യാവസാനം എതിർത്തിരുന്ന ഒരാളാണ് പിണറായി വിജയൻ. ഏതോ ഒരു തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് പോസ്റ്ററുകളൊക്കെ വന്നപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് എതിർത്ത ആളാണ് പിണറായി വിജയൻ. CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ വ്യക്തിപൂജ എന്ന് പറഞ്ഞത് അനുവദിക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് VSനെ ഇടം വലം എതിർത്തുകൊണ്ടിരുന്ന ഒരു ആളുടെ കയ്യിൽ നിന്ന് അയാളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അയാള് എന്ത് അല്ല എന്ന് പറയുന്ന ഒരു പാട്ട് അയാൾ വ്യക്തിപൂജ നടത്തിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ ഈ പാർട്ടി എത്രത്തോളം അടിമുടി, ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ, ഈ പാർട്ടി എത്രത്തോളം നാശക്കോട്ടയായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞ പി ജയരാജൻ കുറെ നാള് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പി ജയരാജനെ പൂഴ്ത്തിക്കൊണ്ട് ഒരു ചെന്തകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് അവിടെ പി ജയരാജന്റെ ആരാധകർ എഴുതി പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പി ജയരാജനെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന ആളാണ് പിണറായി വിജയൻ. ആ പി ജയരാജനെതിരെ നടപടി എടുക്കണമെന്ന് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ട ആളാണ് പിണറായി വിജയൻ. പക്ഷെ ഇന്ന് കേരളത്തിലെ നടക്കുന്ന സ്ഥിതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ പറഞ്ഞ പോലെ രാജഭരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരെ നമ്മൾ കളിയാക്കുന്നതിന് തുല്യമായി പോകും. അതുകൊണ്ട് ഞാൻ രാജഭരണം എന്ന് പറയുന്നില്ല. ഇവിടെ ഏറ്റവും പുളിച്ച് നാറി പൂത്ത് ചീഞ്ഞ ഒരു പിണറായി പാർട്ടിയുടെ ഒരു പിണറായി ഭരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനി ഇതുപോലെ എന്തൊക്കെയാണ് ഇനി നമ്മൾ മെഗാ തിരുവാതിര നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു CPMന്റെ ആളുകൾ ചെയ്യുകയാണ്, അത് നമ്മൾ കണ്ടു. കാരണഭൂതൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ കേട്ടു. ഇയാളുടെ മന്ത്രിസഭയിലിരിക്കുന്ന ചില വിവരം കെട്ടവന്മാര്, അതിലൊരു വിവരം കെട്ടവൻ, പേര് ഞാൻ പറയുന്നില്ല, കോട്ടയത്ത് വെച്ച് പറഞ്ഞു ഈ ഭൂമി ഇത് നവകേരള ഭൂമി എന്നറിയണം, കാരണം പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഭൂമിയാണെന്നാ പറഞ്ഞത്. ആരാ പാദസ്പർശ ഏറ്റ ഭൂമിയാണെന്ന് പറയുന്നത്? നിരീശ്വരവാദികളാണ് പാദസ്പർശ ഭൂമി ആണെന്ന് പറയുന്നത്. അത് അവിടെ വെച്ച് നവകേരള മണ്ണ് എന്ന് ഇനി ഇത് അറിയപ്പെടണമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ വൃത്തികെട്ടവൻ പറഞ്ഞെന്താ, അവനെയൊന്നും മന്ത്രി എന്നൊന്നും വിളിക്കാൻ എന്തായാലും ഞാൻ തയ്യാറാവില്ല, എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ. അവൻ പറഞ്ഞെന്താണ്, ദൈവം തന്ന വരദാനമാണെന്നാണ് പറയുന്നത്. അവന്റെ ഏത് ഡിക്ഷണറിയിലാണ് ദൈവം ഉള്ളത്? ആ മന്ത്രിക്ക് എവിടെയാണ് ദൈവം ഉള്ളത്? അയാൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗവും മന്ത്രിയാണെങ്കിൽ അയാൾക്ക് എവിടെയാണ് ദൈവം? അയാൾ നിരീശ്വരവാദിയില്ലേ? അപ്പൊ ദൈവം തന്ന വരദാനം എന്ന് പറയുക, അയാളുടെ പാദസ്പർശമേറ്റ ഭൂമി എന്ന് പറയുക, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് ഈ ദൈവം എന്താ കൊടുക്കുന്നതെന്നറിയാമോ? തുറമുഖ വകുപ്പ് വെച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം എത്ര ഭീകരമാണെന്ന്. ഇതുപോലുള്ള പ്രസ്താവനകൾ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നെങ്കിൽ ഈ വാസവൻ എന്ന് പറഞ്ഞവനെതിരെ നടപടി ഉറപ്പാകുമായിരുന്നു. എന്നാൽ ഇന്നത്തെ പിണറായി പാർട്ടിയിൽ അങ്ങനെ പറയുന്നവന് തുറമുഖം എന്ന് പറഞ്ഞൊരു വകുപ്പെടുത്ത് കയ്യിലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന പോലെ അത്യസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഇവിടെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിക്കകത്ത് ഇയാൾ വന്നിട്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ചെയ്തു പോകുന്ന ഇയാളുടെ ഈ പറഞ്ഞ പോലെ അന്ത്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ മരണം എന്നല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായി ഇയാൾ അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് ചെന്ന് ഇയാൾ ചാടാൻ പോവുകയാണ്. അത് എങ്ങനെയായിരിക്കും അതിന്റെ അവസാനം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല. കാരണം ഞാനത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫേസ്ബുക്കിൽ എന്റെ കഴുത്തേൽ ചുമന്ന മാലയിട്ടുകൊണ്ട് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് ഇയാളുടെ കാളികൂളി സംഘങ്ങൾ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അന്ത്യം എന്ന് പറയുന്നത് പരമദയനീയവും പരിതാപകരവും ഭീകരവും ബീഭത്സവുമായിരിക്കും എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഓരോ ദിവസവും അയാൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസാനമായിട്ട് ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ചെയ്തിരിക്കുന്നത് അയാളുടെ ചാണകക്കുഴി നവീകരിക്കാൻ 3,70,75,000. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ആരുടെ അടുത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്ക്. പെൻഷൻ ഇവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ 10,000-കണക്കിന് ആളുകൾക്ക് പെൻഷൻ ഇല്ല. മനസ്സിലായി? ഇന്നിപ്പോ 500 കോടി രൂപ മറ്റോ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവശ്യ മരുന്നുകൾ ആശുപത്രിയിൽ കിട്ടാനില്ലാത്ത രോഗികൾ ഇറങ്ങി ഓടുന്ന അവസ്ഥയിലാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഇയാളുടെ ചാണകക്കുഴി നവീകരിക്കാനായിട്ട് 3,70,75,000 രൂപ, ഇയാളുടെ വീട്ടിലേക്കുള്ള ക്ലിഫ് ഹൗസിലേക്കുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ 1,75,000 രൂപ. ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, എന്താണ് ഇയാളെ നമ്മൾ പറയുക? ഞാൻ ഇയാളെ വല്ല സംസ്കാരമില്ലാത്ത രീതിയിൽ വല്ലതും വിളിച്ചു പറയും, വീണ്ടും എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ജയിലിൽ കിടക്കും, ഞാൻ അവിടെ കിടക്കും. അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനാണ്? നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്തുക എന്നുള്ളത്. ഇത്രയും ഒരു വൃത്തികെട്ട ഒരു മനുഷ്യന് നമ്മുടെ ഭരണാധികാരിയായി മുഖ്യമന്ത്രിയായി കിട്ടിയതിൽ നമുക്ക് ലജ്ജിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അതിനപ്പുറത്ത് നമുക്കൊന്നും കഴിയില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ.